അധികാരം ജനങ്ങൾക്ക് ഇതിൽ നമുക്ക് വാർഡ് സഭ, അതേപോലെ തന്നെ ഗ്രാമസഭ, പഞ്ചായത്തിനെ പറ്റിയൊക്കെയാണ് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. ചെറിയ ചാപ്റ്ററാണ്, നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് ഗ്രാമസഭയെ പറ്റിയിട്ടാണ്. ഗ്രാമസഭ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിലുള്ള പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭയാണ് ഗ്രാമസഭ. അതായത് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് ഉണ്ടാവും, ആ വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭയാണ് ഗ്രാമസഭ. ഇത് നഗരങ്ങളിൽ അറിയപ്പെടുന്നത് വാർഡ് സഭ എന്നാണ്. അപ്പോൾ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈ ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ പറ്റും. കുറഞ്ഞത് 3 മാസത്തിലൊരിക്കലാണ് ഈ ഒരു ഗ്രാമസഭ കൂടിച്ചേരുന്നത്. 3 മാസത്തിലൊരിക്കൽ നഗരങ്ങളിൽ അറിയപ്പെടുന്നത് വാർഡ് സഭ, ഗ്രാമങ്ങളിൽ ഗ്രാമസഭ. ഇനി ഈ ഒരു ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അതേപോലെ ഇതൊരു ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനത്തിൻ്റെ ജനകീയ വേദിയാണ് ഈ ഗ്രാമസഭ എന്ന് പറയുന്നത്. ഇനി ഗാന്ധിജിയുടെ സ്വപ്നം. എൻ്റെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജ് മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിൽ ഏർപ്പെടുന്നതുമായ ഒരു പൂർണ്ണ റിപ്പബ്ലിക്കാണ്. അതിനാൽ ഓരോ ഗ്രാമത്തിൻ്റെയും പ്രധാന താൽപ്പര്യം ഭക്ഷ്യവിളവും തുണിക്കാവശ്യമായ പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കും. കന്നുകാലികൾക്ക് പ്രത്യേകം സ്ഥലവും പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദവും വിനോദശാലകളും വേണം. കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ പണം സമ്പാദിക്കാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ ഉപയോഗിക്കും. ഹരിജൻ ഗാന്ധി സാഹിത്യ സംഗ്രഹം. ഇനി അധികാരം വികേന്ദ്രീകരിക്കുമ്പോൾ. അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴല്ല, പകരം എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാകുന്നത്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം. ഇനി അധികാര കേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം. ഇവിടെ സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാനുള്ള അവസരം താരതമ്യേന കുറവാണ്. ഇനി അധികാര വികേന്ദ്രീകരണത്തിലെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ അത് പ്രാദേശിക വികസനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു. സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും. ഇനി അധികാര വികേന്ദ്രീകരണം കാലങ്ങളിലൂടെ. പുരാതന കാലം മുതലേ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗ്രാമീണ ഭരണ വ്യവസ്ഥയാണ് പഞ്ചായത്ത്. ഗ്രാമജീവിതത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളായിരുന്നു ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത് പഞ്ച പ്ലസ് ആയത്ത് എന്ന് പറയുന്ന 2 സംസ്കൃത പദങ്ങൾ ചേർന്നാണ് രൂപം കൊണ്ടത്. പഞ്ച എന്ന് പറഞ്ഞാൽ 5, ആയത്ത് എന്ന് പറഞ്ഞാൽ യോഗം അഥവാ സമ്മേളനം എന്ന് പറയും. ഈ ബ്രിട്ടീഷ് ആധിപത്യത്തോടെ ഇന്ത്യയിൽ എന്ത് ചെയ്തു, പഞ്ചായത്ത് ഭരണ സംവിധാനം ദുർബലമാകാൻ തുടങ്ങി. അങ്ങനെ 1882 റിപ്പൺ പ്രഭു എന്ത് ചെയ്തു, ഇന്ത്യയിൽ കുറച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കുറച്ച് പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു. അദ്ദേഹമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. ഇനി 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടെ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭിച്ചു. ഇനി അധികാര വികേന്ദ്രീകരണം ഭരണഘടനയിൽ. അപ്പോൾ ഭരണഘടനയിൽ 40ാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത്. അതായത് ഭാഗം 4ലാണ് ഈ ആർട്ടിക്കിൾ 40 വരുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പരിഹരിക്കാനായിട്ട് കുറേ കമ്മിറ്റികളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഈ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് കൊണ്ടുവന്നത്. അത് ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത്, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്, ഇതാണ് ഇദ്ദേഹം കൊണ്ടുവന്നത്. ഇതിൽ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾ ആര് കൊടുത്തു, പഞ്ചായത്ത് സമിതി കൊടുത്തു. അതേപോലെ തന്നെ ഈ മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിന് കൊടുത്തു. ഈ ഗ്രാമപഞ്ചായത്തിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും ബാക്കിയുള്ള 2 പരോക്ഷ തിരഞ്ഞെടുപ്പുമായിരുന്നു ഇവർ കൊണ്ടുവന്നത്. ഇനി അശോക് മേത്ത കമ്മിറ്റി വന്നത് 1978ലാണ്. ഇവർ പറഞ്ഞത് ഒരു ദ്വിതല പഞ്ചായത്താണ്. ഇതിൽ മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്തുമാണുള്ളത്. അപ്പോൾ ജില്ലാ പരിഷത്തിനായിരിക്കും എന്ത് ചെയ്യുന്നത്, ജില്ലാതലത്തിലെ ആസൂത്രണത്തിന് ചുമതലയും മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതലയും. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത കൊടുക്കുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗ സംവരണവും കൊണ്ടുവന്നതും അശോക് മേത്ത കമ്മിറ്റിയാണ്. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുതയും പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് സംവരണവും. ഇനി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ എന്ത് ചെയ്തത്, പഞ്ചായത്ത് രാജ് സംവിധാനം വന്നത്.
അതും രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് നടപ്പിലായത്. 1959 ഒക്ടോബർ 2-നാണ് രാജസ്ഥാനിലെ നാഗൗർ ജില്ലയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തത്. ഇതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഈ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു. അപ്പോൾ 1959 ഒക്ടോബർ 2-ന് രാജസ്ഥാനിലെ നാഗൗർ ജില്ലയിലാണ് ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. ഇനി ഭരണഘടനാ ഭേദഗതി 73-74 ഭരണഘടനാ ഭേദഗതിയിലാണ് പഞ്ചായത്ത് രാജും നഗരപാലിക നിയമവും വന്നത്. അത് 1992-ലാണ്. അപ്പോൾ 1992-ലെ 73-74 പഞ്ചായത്ത് രാജിനെ പറ്റിയിട്ടും 74 നഗരപാലികയെ പറ്റിയിട്ടുമാണ് പറയുന്നത്. 73 ഭരണഘടനാ ഭേദഗതി, പഞ്ചായത്ത് രാജ് സംവിധാനം, അതിൽ ഗ്രാമസഭകളുടെ രൂപീകരണം, ഭരണകാലാവധി 5 വർഷം, പട്ടികജാതി പട്ടികവർഗ സംവരണം, വനിതാ സംവരണമുണ്ട്, തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷനും, ത്രിതല പഞ്ചായത്ത് സംവിധാനം, അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. 74 ഭരണഘടനാ ഭേദഗതി, നഗരപാലിക സംവിധാനം, വാർഡ് സഭകളുടെ രൂപീകരണം, ഇതേപോലെ തന്നെ ഭരണകാലാവധി 5 വർഷമാണ്, പട്ടികജാതി പട്ടികവർഗ സംവരണമുണ്ട്, വനിതാ സംവരണമുണ്ട്, തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷനും. ഇവിടെ 2 തരം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണുള്ളത്. നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിലും. കേരളത്തിലേക്ക് വരുമ്പോൾ അത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമായി മാറി. അപ്പോൾ നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിലും. ഇനി പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. നഗരപാലിക സംവിധാനത്തിൽ മുനിസിപ്പൽ കൗൺസിലും മുനിസിപ്പൽ കോർപ്പറേഷനും. ഇനി ജനകീയ ആസൂത്രണം കേരളത്തിൽ. ഈ 73-74 ഭരണഘടനാ ഭേദഗതി തുടർന്ന് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയാണ് ജനകീയ ആസൂത്രണം. അപ്പോൾ കേരളത്തിൽ ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയത് 1996-ലാണ്. ഇപ്പോൾ നടപ്പിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥ, സ്ഥാപനങ്ങൾ, ഫണ്ട് ഇവയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ജനകീയ ആസൂത്രണം വഴി ഒരുക്കിയിട്ടുണ്ട്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തി. ഓക്കെ. ഇനി 2005 പഞ്ചായത്ത് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തി. അപ്പോൾ 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതി വന്നു. 1996-ലാണ് ജനകീയ ആസൂത്രണം വന്നത്. അപ്പോൾ എന്ത് ചെയ്തു, 33% സ്ത്രീ സംവരണം വന്നു. 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെ 50% സ്ത്രീ പ്രാതിനിധ്യം ഉയർത്തി. അതിൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ 10% എന്ത് ചെയ്തു, സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി മാറ്റിവെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ ചുമതലകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ചുമതലകൾ എന്ന് പറഞ്ഞാൽ ജനന മരണം രജിസ്റ്റർ ചെയ്യൽ, സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കൽ, അതേപോലെ പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും, പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, മാതൃശിശു വികസനം, കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ, മാലിന്യ നിർമ്മാർജ്ജനം, വളർത്തുനായകൾക്ക് ലൈസൻസ് നൽകൽ. ഇനി നമുക്ക് വരുമാനം വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് ലഭിക്കുന്നത് വിവിധ തരം നികുതികളിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പിന്നെ ഈ ഒരു പഞ്ചായത്തിന് ഫണ്ട് കിട്ടുന്നത്. അതായത് കെട്ടിട നികുതി, തൊഴിൽ നികുതി തുടങ്ങിയ നികുതികൾ, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകൾ, ഗ്രാൻറ്റുകൾ, പിന്നെ പെർമിറ്റ്, രജിസ്ട്രേഷൻ ഫീസ്, ഇതൊക്കെ. പിന്നെ മാർക്കറ്റ്, മൈതാനം എന്നിവ ഉപയോഗിക്കുന്നതിൽ നിന്നുള്ള ഫീസ്, പിന്നെ പഞ്ചായത്ത് പിഴ ചുമത്തുമ്പോൾ അതിൽ നിന്നുള്ള വരുമാനം, അങ്ങനെ ഒക്കെയാണ് ഇവർക്ക് വിഹിതം കിട്ടുന്നത്. ഇനി ഇവർ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ, വികേന്ദ്രീകരണം പൂർണ്ണമായി നടപ്പിലാക്കാൻ പറ്റാത്ത അവസ്ഥ, ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം, ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനത് വരുമാനത്തിലെ കുറവ്, ഭൗതിക സാഹചര്യങ്ങളിലെ അപര്യാപ്തത, ഇവയൊക്കെ ഇവർ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളാണ്. ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്.